NP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തനോടൊപ്പം. ചെക്കുട്ടി, ഈ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു, ഞങ്ങൾ ക്ഷേമ പരിപാടികൾ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ പൗരന്റെ അന്തസ്സിനെ ഭരണകൂടം എന്തുമാത്രം വാല്യൂ ചെയ്യുന്നു എന്നതുകൂടി തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമോ? അല്ല, തീർച്ചയായും. നമ്മൾ എന്താ അറിയോ, പിണറായി അടക്കമുള്ള നേതാക്കൾ വളർന്നു വരുന്ന 60കളിലെയും 70കളിലെയും സമൂഹമല്ല കേരളത്തിലെ സമൂഹം. ആ കാലത്തുണ്ടായിരുന്ന ഭാഷ, ആ കാലത്തുണ്ടായിരുന്ന രീതി, അതൊക്കെ ഒരു പഴയ പാരമ്പര്യത്തിന്റെയും ഫ്യൂഡലായിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെയും ഓർമ്മകളാണ്. അപ്പൊ അത് ബോധപൂർവ്വം നമ്മൾ കളയേണ്ടതാണ്. കാരണം കേരളം ഇപ്പോൾ ഒരു എന്താ പറയുക, അധസ്ഥിതരായിട്ടുള്ള സബാൾട്ടേൺ സെക്ഷൻസ്, സ്ത്രീകളായാലും ആദിവാസികളായാലും ദളിതരായാലും ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളായാലും അങ്ങനെയുള്ള മുമ്പ് അങ്ങനെ സമൂഹത്തിൽ വലിയ ഒരു മേൽക്കൈയില്ലാത്ത വിഭാഗങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ വലിയൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ, രീതികളിൽ, പെരുമാറ്റത്തിൽ, ഭാഷയിൽ ഒക്കെ മാറ്റം ബോധപൂർവം വരുത്താൻ നമ്മൾ തയ്യാറാവണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ അദ്ദേഹം ഒരു പരാജയമാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് അറിയില്ല. ഒരു പക്ഷേ അവരുടെ പാർട്ടിക്കകത്ത് ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തുറന്ന ചർച്ചയില്ലാത്തത് കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് അത്തരം മാറ്റങ്ങൾ സ്വയം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കേരളീയ സമൂഹത്തിൽ തന്നെ പൊതുവിൽ ആ വിഷയങ്ങളെ കുറിച്ച് ഒരു ചർച്ച ഉയർന്നു വരും. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും നിലയ്ക്ക് അത് ബാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ഒരു ആഭ്യന്തര ചർച്ച നടക്കും എന്നുള്ളത് ഒരു നിലയ്ക്ക് നല്ലത് കൂടിയാണ്.